ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. മുസ്തു അവിടെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. മറിയ അടുത്തിരുന്ന് ചുമ്മാ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഞാൻ അവർ എന്തുവാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ എന്തൊക്കെ വേണമെന്നൊരു കൺക്ലൂഷനിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാസ് സോ എക്സൈറ്റഡ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്, എൻ്റെ കയ്യിൽ മൈക്കും പല പല സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്നും നൽകാം ഞാൻ. ഇപ്പോൾ ഓൾറെഡി ഇത്രയും സാധനം ഉള്ളത് കൊണ്ട് ഞങ്ങൾ കഴിച്ച് തീർത്തിട്ട് അടുത്തത് ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. പോപ്കോൺ ഇവിടെ എല്ലാം സ്വീറ്റ് ആൻഡ് സോൾട്ട് ആണ്. എല്ലാം സ്വീറ്റ്. എനിക്ക് കാരമൽ പോപ്കോൺ പൊതുവെ ഇഷ്ടമല്ല. ഐദർ ബട്ടർ പോപ്കോൺ ഓർ ചീസ്. കുഴപ്പമില്ല കഴിച്ച്, ഇതെന്റെ ടേസ്റ്റിനെ പറ്റിയതല്ല. അവിടെ മുസ്തു കയ്യിലെ സാധനം ഒന്ന് കാണിച്ചേ. ഇതിപ്പോ നീല വന്നത്. ഇതില് നീല കളറാട്ടോ. എനിക്ക് തോന്നുന്നു ഇതില് അത് സെയിം കളറാ, പക്ഷെ മുസ്തുല കാണിച്ചേ. നമ്മള് കണ്ടോ? മുസ്തുന്റെ ബർത്ത്ഡേ നിന്ന് കത്തും. Happiest birthday to our dog. എന്റെ മുസ്തുന് 1000 ജന്മദിനാശംസകൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നെ കിട്ടുന്നുണ്ടോ ഗൈസ്? എന്നെ കിട്ടുന്നുണ്ടോ? അപ്പോ ഹാപ്പി ബർത്ത്ഡേ മുസ്തു. നമ്മളുടെ മുസ്തുടെ ബർത്ത്ഡേ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവര് വേറെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും മറവനെ കട്ട് ചെയ്ത്, അതുകൊണ്ട് നോ ഡിസ്റ്റർബൻസ്. ഇനിയിപ്പം ഫുഡ് കഴിച്ച് ബാക്കി എന്തോ പ്ലാൻ? കേക്ക് കട്ട് ചെയ്യണം. ഇവിടെ കമ്പത്തിരി മത്താപ്പൊക്കെ ആയിട്ട് കേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. യെസ്, താങ്ക് യു. എനിക്ക് ഇതില് വാഴയിലല്ല, ഇത് പൈനാപ്പിളിന്റെ ഇല ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പിനക്കോളട. യെസ്, ഇത് എന്തിന്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. അറിയാം. മുസ്ലിമിന് കിട്ടിയായിരുന്നു ഇതേപോലത്തെ എല്ലാം മാൽഡീവ്സിൽ നിന്ന്. കോട, സോറി, അല്ല ഗൈസ്, കോട. പക്ഷെ ഇവിടുത്തെ കോട ഒരു രസമില്ല. ഞാൻ കഴിഞ്ഞ തവണ പോയടത്ത കോട നല്ല രസം. ഇത് മറ്റേ ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. എന്നെ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. 9 പൗണ്ടിന്റെ ഡ്രിങ്ക് കൊടുത്ത് എനിക്ക് ഒടിഞ്ഞ കുടയാണ് വെച്ച് തന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് മൊത്തവും ഐസാണ് സാധാരണ വരാറ്. ഇത്തവണ അതില്ല. ചിയേഴ്സ് എല്ലാരും. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിടത്ത് തന്നെ പിള്ളേരെ ഒന്ന് സെറ്റ് ചെയ്ത് ഇരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു മിനി തിയേറ്റർ ഒക്കെ ഉണ്ട്. ഇവിടെ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് TV കാണാൻ പറ്റൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട് പിള്ളേർക്ക്. അപ്പം അവരിവിടെ ഇരുന്ന് ഒരു പോപ്കോൺ ഓർഡർ ചെയ്യുക എന്താണെന്ന് ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് കണ്ടോളും. നമ്മൾ തൊട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതും സേഫാണ്.
അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ പ്രോൺ കോക്ടെയിൽ, അതേപോലെ തന്നെ ബീഫ് ബ്രിസ്ക്കറ്റ്, ചിക്കൻ വിങ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും മറിയവും ബീഫ് കഴിക്കാറില്ല. പക്ഷേ എന്നാൽ ഞങ്ങൾ ഒരു 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 ബൈറ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇറ്റ് വാസ് ഗുഡ്. അത് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മെയിൻ കോഴ്സ് വന്നിരിക്കുകയാണ്. ഇതാണ് മുസ്തു, ആഷിക, ഏഞ്ചൽത്തേം പറഞ്ഞത്. ഞാനും മറിയവും ബർഗറാണ് പറഞ്ഞത്. 8 hours smoked beef steak ആണിത്. ചൂട് സാധനം. ഇവരൊക്കെ ദാ ഇത് favourite ആണെന്നാണ് പറഞ്ഞത്. ചുമ്മാ വെറുതെ ഇട്. വേറെ മൂഡ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫുഡ്. ഫ്രൈസ്, കോൾസോ ആൻഡ് ബർഗർ. നമുക്ക് അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് കൊള്ളാം. ഇത് ഹിക്കറീസിലെ ഔട്ട്ഡോർ സീറ്റിംഗ് ആണ്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ചുമ്മാ വെറുതെ ഒരു ട്രൈപോഡും കൈ പിടിച്ച് പുതിയ യൂട്യൂബർ ആണെന്ന് കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾ കണ്ട പോലെ ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലേ ഏരിയ, ഒരുപാടൊന്നുമില്ല, ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇതോടുകൂടെ മുസ്തുയുടെ ബർത്ത്ഡേ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.